2001 മുതലുള്ള ഒരു ബന്ധമാണ് ജോസേച്ചിയുമായിട്ടുള്ളത്. എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ വരുമ്പം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഞാൻ ചെയ്യുന്നത് ജോസേച്ചി കാണുമ്പം ജോസേച്ചിയുടെ ഒരു മാനറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നൊരു ശീലമുണ്ട് അല്ലേ? നിങ്ങൾക്കതൊക്കെ തന്നിട്ടുണ്ടാവും അല്ലേ? യേശു ചേട്ടാ, കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുക. ഈ കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചിരിക്കും. അതോടെ ആ ദേഷ്യത്തിൽ തീരും. അത് പല പ്രാവശ്യം ഇങ്ങനെ അനുഭവിച്ചറിയാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതാണ് ദേഷ്യം വന്നുണ്ടാകുന്ന ആകെ കൂടുതൽ പ്രകടനം എന്ന് പറയുന്നത് കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ നോക്കുക എന്നുള്ളതാണ്. എൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വാക്ക് ഒന്നുമില്ല. ഈ അടുത്ത നാളിലൊക്കെ വന്നപ്പോഴും ആ ഒരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ധനഹ കാലഘട്ടമാണ്. ധനഹ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലുകളാണ്, തമ്പുരാൻ്റെ വെളിപ്പെടുത്തലുകൾ. സ്വന്തം ജീവിതത്തിൽ തമ്പുരാനെ എത്രമാത്രം ഒരു കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയ ഒരു ജീവിതമാണ് ജോസേച്ചിയുടെ. ക്രിസ്തു മരിക്കാത്തതുപോലെ തന്നെ ക്രിസ്തുവിനെ കൊഴുക്കുന്നവരാരും മരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയ ഓർമ്മയാണ് ഓരോ വിശുദ്ധരും. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് കടന്നുപോയവർ ഇന്നും നമ്മുടെ ചങ്കനകത്ത് കുടിപാർക്കുന്നുണ്ടെങ്കിൽ അത് അവർ തമ്പുരാനോട് കൊടുത്തിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളിനി ജോസേച്ചി ചിലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ കാണുമായിരിക്കില്ല, പക്ഷെ കാണുന്നുമില്ല. നമ്മളപ്പോൾ ചിലപ്പോൾ മൺമറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കാലവും ദൈവമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ സഭ ഒരു വേള എന്തായി മാറ്റുമായിരിക്കും? വിശുദ്ധ ജോയ്സ് എന്നൊക്കെ അങ്ങനെയൊക്കെ ആവട്ടെ. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടുള്ളത് അതേ വിളിയിലേക്ക് തന്നെ, വിശുദ്ധരാകാവുന്ന വിളിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ വലിയൊരു ശക്തി എപ്പോഴും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസേച്ചിനെ 2 പ്രാവശ്യമാണ് എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ളത്. ഒന്ന് 2 വർഷം മുമ്പ് റായിച്ചേട്ടൻ്റെ കൂടെ വീട്ടിൽ വന്ന് കണ്ടപ്പോഴും, 2 മാസം മുമ്പ് ഓൺലൈനിലൊരു ഇതേപോലെ തന്നെ റായിച്ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഓൺലൈനായിട്ട് ചേച്ചിയെ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് കണ്ടപ്പോഴും, 2 സമയത്തും ആരോഗ്യസ്ഥിതിക്ക് ഒരുപാട് മാറ്റം ഉണ്ടെങ്കിലും ഫേസിലോ അല്ലെങ്കിൽ പുഞ്ചിരിയിലോ എക്സ്പ്രഷനകത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഉള്ള ചേച്ചിനെയാണ് ഞാൻ കാണുന്നത്. അനുഭവത്തെക്കാൾ കൂടുതൽ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീസസ് മൂവ്മെൻറ്റിനെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫിനോച്ചനും പറഞ്ഞ പോലെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ കുടുംബങ്ങൾക്കും സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു മധ്യസ്ഥ കൂടെ കിട്ടി എന്നുള്ള കുറച്ച് വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഈ ദിവസങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കും നമുക്ക് കാണാം എത്ര പേർക്കാണ് ഒരു ജീവിതം ഇൻസ്പിറേഷൻ ആവുന്നത്, എത്ര പേർക്കാണ് ഒരു കുടുംബം ഒരു തെളിച്ചം നൽകുന്നത്. ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ചും കൂടെ പ്രത്യാശയോടുകൂടി കർത്താവിനെയും ജീവിതത്തെയൊക്കെ നോക്കിക്കാണാൻ ചേച്ചിയും ഈ കുടുംബവും മക്കളൊക്കെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചിയുടെ പ്രാർത്ഥനകളും ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും. നന്ദി.